بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഈ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിന്റെ പ്രാധാന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വന്തത്തോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സഹനവും സമർപ്പണവും ദീപ്തമാക്കിയ വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് വിശുദ്ധിയുടെ കുളിർക്കാറ്റുമായി കടന്നു വന്ന പരിശുദ്ധ റമദാനിന്റെ 29 ദിനരാത്രങ്ങൾക്ക് വിരാമം നൽകി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശവ്വാലിന്റെ അമ്പളിക്കീറ് ദൃശ്യമായത് മുതൽ പിറവിയുടെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലും ഇന്നലെയും അതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്നുമായി ലക്ഷോപലക്ഷം വിശ്വാസികളായ ആളുകൾ അവർക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അള്ളാഹു നൽകിയ സമ്മാനമായ 2 ആഘോഷങ്ങളിൽ ഒന്ന് ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ത്യാഗനിർഭരമായ മധ്യാഹ്നങ്ങളും ആത്മീയ സായുജ്യത്തിന്റെ രാപ്പകലുകളുമാണ് നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചിട്ടുള്ളത്. 29 രാപ്പകലുകളിലായി തഖ്വ എന്ന് പറയുന്ന വലിയ ഒരു കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിലായിരുന്നു നാം എല്ലാവരും ഉണ്ടായിരുന്നത്. ആ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി സ്വാഭാവികമായും ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ അതിന് ഉദ്ഘാടന ആഘോഷമുണ്ടാകും. ഇതുപോലെ ആഘോഷിക്കാനും ആനന്ദിക്കാനുമുള്ള മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹത്തെ സഫലീകരിച്ചുകൊണ്ടാണ് അള്ളാഹു വിശ്വാസികൾക്ക് 2 ആഘോഷങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരുമ്പോ അവിടെയുള്ള ആളുകൾക്കൊരു ആഘോഷമുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നു മുതൽ ആ ആഘോഷങ്ങളെ മാറ്റി പകരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ 2 ആഘോഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്നു എന്ന് പഠിപ്പിക്കുകയും അന്ന് മുതൽ നമുക്കറിയാം, ഹജ്ജിനോട് അനുബന്ധമായി ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും റമളാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, നോമ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ ആയത്തിന് ഇടയിൽ വരുന്ന ഒരു പകുതി ഭാഗം ആയത്താണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഓതി കേൾപ്പിച്ചത്. അതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുക.
വലിതുകബ്ബിറുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ധാരാളമായി തക്ബീർ ചൊല്ലുകയും ചെയ്യുക. അതെന്തിനാ? അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്തിലേക്ക് വെളിച്ചം നൽകിയതിന് നന്ദി ആയിക്കൊണ്ടാണ്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനും വേണ്ടിയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആഘോഷത്തിനും ആഘോഷത്തിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. എങ്ങനെ ആഘോഷിക്കണമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ധാരാളം തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ പൂർത്തിയാക്കിയ നോമ്പിന്റെ ഒരു യഥാർത്ഥ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ പെരുന്നാൾ ആഘോഷമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിലുള്ളത് അസ്യാമു ജുന്നത്തുൻ എന്നാണ്. നോമ്പ് ഒരു പരിചയാണ്. പരിച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോ എതിരാളിയുടെ വെട്ടേൽക്കാതിരിക്കാൻ വേണ്ടി പട്ടാളക്കാരണിയുന്ന ആയുധമാണ് പരിച എന്ന് പറയുന്നത്. അവരുടെ കയ്യിലുണ്ടാകുന്ന വെട്ടിനെ തടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാ പരിച. അതൊരു കുപ്പായമായിട്ട് അണിയുമ്പോ അതും പരിചയാണ്. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോമ്പ് നിങ്ങൾക്കൊരു പരിചയാണ് എന്നാണ്. എന്താണ് പരിച? ഇരുലോക ജീവിതത്തിലും നമുക്ക് പോറലേൽക്കാവുന്ന കാര്യങ്ങളിൽ നിന്ന് നോമ്പ് നിങ്ങൾക്കൊരു പരിചയാകുന്നു. സഹോദരങ്ങളെ, ആ പരിചയാകുന്ന പടച്ചട്ട അണിഞ്ഞവരാണ് ഒരു മാസക്കാലമായി ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം നമ്മൾ വരുത്തുകയുണ്ടായിട്ടുണ്ട്. ആ നിയന്ത്രണം നമ്മുടെ ചിന്തകൾക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ വാക്കുകൾക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ നോട്ടങ്ങൾക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വലിയൊരു നിയന്ത്രണമാണ് നമ്മളൊക്കെ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 29 ദിനരാത്രങ്ങളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ എത്തിച്ചേരാനും അതിനു മുൻപുള്ള സുന്നത്തുകളെ പൂർത്തിയാക്കാനും ഒക്കെ അതിയായി താല്പര്യവും ആഗ്രഹവും കാണിച്ചവരാ നമ്മൾ. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ഈ ഖുതുബ നിർവഹിക്കുമ്പോ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ തുടങ്ങിയതെല്ലാം തുടരുക എന്നുള്ളതാണ്. അത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവനും എത്രയാണോ അള്ളാഹു നമുക്ക് ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത്, ആ ആയുസ് നിശ്ചയിച്ച കാലം അത്രയും 2025 റമദാൻ എന്റെ ജീവിതത്തിലെ മാറ്റത്തിന്റെ നാന്ദി കുറിച്ച റമദാനായിരുന്നു എന്ന് സന്തോഷത്തോടുകൂടി ഓർക്കാനും മരണസമയത്ത് അങ്ങനെ തന്നെ മരിച്ചു പോകാനുമുള്ള ഒരു നിമിത്തമാകട്ടെ ഈ റമദാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റമദാനിൽ നമ്മൾ എന്ത് തുടങ്ങിയോ അത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല. റമദാനിൽ നാം എന്ത് ഒഴിവാക്കിയോ ആ ഒഴിവാക്കിയത് റമദാനിലേക്ക് മാത്രമുള്ളതല്ല. റമദാനൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് എന്തുമാകാം, അടുത്ത റമദാനാകുമ്പോ വീണ്ടും നോക്കാം എന്നുള്ള ചിന്ത അതൊരു മലീമസമായ ഹൃദയത്തിന്റെ ചിന്തയാണ്. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തകുൻ റമദാനിയൻ വലാ ശവ്വാലിയ, നിങ്ങൾ ആരും റമദാനികളാകാൻ പാടില്ല, ശവ്വാലികളുമാകാൻ പാടില്ല. റമദാനിൽ ഒരു നിയമം, ശവ്വാലിൽ വേറെ നിയമം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലാകിൻ കൂനു റബ്ബാനിയ, നിങ്ങൾ റബ്ബിന്റെ ആളുകളായിട്ടാണ് മാറേണ്ടത്. ആ റബ്ബ് സദാ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 29 രാവുകളിൽ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലായിരുന്നു നമ്മളെങ്കിൽ, റബ്ബിനെയാണ് നമ്മൾ ഭയപ്പെട്ടത് എങ്കിൽ, സഹോദരങ്ങളെ, ഈ ശവ്വാൽ 1-ാം തീയതി മുതൽ അല്ലാഹു തന്നെയാണ് നമ്മുടെ റബ്ബ് എന്ന് മനസ്സിലാക്കാൻ, അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
സഹോദരങ്ങളെ, ആഘോഷങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ അള്ളാഹു നൽകിയപ്പോ ആ മാനദണ്ഡങ്ങളെ കുറിച്ചും അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ആഘോഷം എന്നുള്ളത്. നമുക്കറിയാം, ഏതൊരു ആഘോഷം ഇസ്ലാമിലെ ആഘോഷം എന്ന് പറയുന്നത് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാവണം. അത് പെരുന്നാളാകട്ടെ, വീട്ടിൽ നടക്കുന്ന കല്യാണമാകട്ടെ, മറ്റുള്ള ഏത് സംഭവമാകട്ടെ, വീട് കൂടലാവട്ടെ, എല്ലാറ്റിനും ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് അല്ല പഠിപ്പിച്ച തക്ബീറുകൾ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണമെന്നാണ്. ആ തക്ബീർ നമ്മൾ ധാരാളമായി ചൊല്ലിയതാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് എന്തുമാകാമെന്നുള്ള തോന്നൽ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇതൊരു താക്കീതായിക്കൊണ്ട് നിങ്ങൾ എടുക്കണം. മാനവികതയുടെ ആഘോഷത്തിന്റെ മറവിൽ മാനവികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് മാറ്റത്തിന് നിമിത്തമായവരാണ്. വേദനിക്കുന്നവരുടെ വേദന കാണാൻ കഴിയുന്ന ഒരു കണ്ണ് നമുക്കുണ്ട്. സങ്കടപ്പെടുന്നവരുടെ നിലവിളി കേൾക്കാൻ കഴിയുന്ന ഒരു കാതും, കനിവ് തേടുന്നവരുടെ കിനാവുകൾക്ക് കനിവ് പകരാൻ കഴിയുന്ന ഒരു ഹൃദയവുമൊക്കെ റമദാൻ നമുക്ക് സമ്മാനിച്ച ഒരു സമ്മാനമാണ്. ആ ഒരു മാനസികാവസ്ഥ പെരുന്നാളിന്റെ 1-2 മണിക്കൂറുകൾ കൊണ്ട് തീർത്തു കളയേണ്ടതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങൾ, നാം ആലോചിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. മഹാനായ 2-ാം നമ്പർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബീസൽ ഖൗമി ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമളാൻ. എത്ര മോശപ്പെട്ട ആളുകളാണെന്ന് അറിയുമോ? അവർക്കൊക്കെ റമളാനിലല്ലാതെ അല്ലാഹുവിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. റമളാനല്ല ഓർമ്മക്കാരല്ലാനെ. റമളാൻ കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് ഓർമ്മയേ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാം മുഴക്കിയ തക്ബീറിന്റെ അന്തസ്സത്ത കളഞ്ഞു കുളിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റമളാൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ദാസന്മാർക്ക് ആരാധനാ കർമ്മങ്ങളിൽ മുന്നേറാനുള്ള ഒരു അവസരമായിരുന്നു. ചിലരൊക്കെ ആ റമളാനിൽ ധാരാളമായി കർമ്മങ്ങൾ ചെയ്ത് മുന്നേറി. ചിലരൊക്കെ ആ രംഗത്ത് പരാജയപ്പെട്ടു പോയി. ഇതിൽ ഏതിലാണ് നാം ഒക്കെ ഉള്ളത് എന്ന് അറിയാതെ ആർമാദിക്കുന്നത് എന്ത് അത്ഭുതമാണ് എന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഹസൻ ബസരി ചോദിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ആഘോഷങ്ങളുടെ ആ ഒരു തനിമ മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥവും മാനവും മാറിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യപാനവും അശ്ലീലതയും വ്യഭിചാരവും പാട്ടും കൂത്തും കാതടപ്പിക്കുന്ന DJ പാർട്ടിയും കൂടെ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് തുള്ളലാണ് ആഘോഷം എന്ന് മനസ്സിലാക്കി പോയ ന്യൂ ജനറേഷന്റെ മുമ്പിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്, അത്തരം കാര്യങ്ങളൊന്നും ആഘോഷമല്ല, മറിച്ച് ആഭാസമാണ്. ആഘോഷമല്ല, അത് ആഭാസമാണ്. ആ ആഭാസങ്ങളാണ് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ നാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കല്യാണ വേളകളിലാണെങ്കിലും, ഒരു ടൂർ പ്രോഗ്രാമിലാണെങ്കിലും, മറ്റിടങ്ങളിലാണെങ്കിലും ഒക്കെ ആ രൂപത്തിലാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുപോലെ നാം നേടിയത് നിലനിർത്തുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ, എല്ലാവിധ തിന്മകളെയും ഒപ്പിയെടുക്കുന്ന ബ്ലോട്ടിംഗ് പേപ്പറുകളായി നാം ഓരോരുത്തരും മാറാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വിവരമുള്ളവർ ഒരുപാടുണ്ട്, പക്ഷേ തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യകളിൽ ഏറെ മനുഷ്യന്മാർ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്.
നമുക്കറിയാം 9 ദിവസത്തേക്ക് ചന്ദ്രനിലേക്ക് പറഞ്ഞയച്ച സുനിത വില്യംസ് യന്ത്ര തകരാറ് മൂലം 9 മാസം ചന്ദ്രനിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വളരെ സുരക്ഷിതമായി കൊണ്ട് ആ സുനിത വില്യംസിനെയും ടീമിനെയും അവരുടെ വീട്ടിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ വിവരമുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, IT വിദഗ്ധന്മാരുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മികവുറ്റ ശാസ്ത്രജ്ഞന്മാരുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭൂമി ലോകത്ത് ഇവർക്കാർക്കും മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പുതുതലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ കൊണ്ടു തുടങ്ങുന്ന 3 വാക്കുകളെ കുറിച്ച് ഇന്നെല്ലാവരും അജ്ഞരാ. ഒന്ന് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് നമ്മൾ പറയാറുള്ള ആ ഒരു വാക്കാണ്. നോക്കൂ നിങ്ങൾ, അതിന്റെ അർത്ഥവും മാനവും മാറിപ്പോയ ഒരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. ആരാണ് മാതാവ് എന്നറിയാത്ത ഒരു കാലഘട്ടം. അതേ പ്രകാരം അന്നത്തിന്റെ ഡെഫിനീഷൻ മാറിപ്പോയ ഒരു കാലഘട്ടമാണ്. അഥവാ എന്തു തിന്നണം, എന്ത് കഴിക്കണം എന്നറിയാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു. അല്ലേ? ഒരു നാക്കാലിക്ക് ഒരു സാധനം കൊടുക്കുമ്പോ അതിലൽപ്പം വിഷം ചേർത്ത് കൊടുത്താൽ ആ നാക്കാലി ആ വെള്ളമൊന്ന് മണത്ത് നോക്കിയിട്ട് മൂക്കും ചീറ്റി അവൻ മാറിപ്പോകും. ഇത് കുടിച്ചാൽ എനിക്ക് അപകടമാണെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ആവറേജ് ബുദ്ധി ഒരു നാൽക്കാലിക്കുണ്ടെങ്കിൽ ആ നാൽക്കാലിയുടെ ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യരായി ആധുനിക തലമുറ, ആധുനിക സമൂഹം അധപ്പതിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങൾ വിവരമുള്ള നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. മൂന്നാമത്തെ അത് അറിവാണ്. ഞാൻ പറഞ്ഞതുപോലെ അറിവുള്ളവർ ധാരാളമുണ്ട്. പക്ഷെ തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ള വല്ലാത്തൊരു ദുരവസ്ഥ നമ്മുടെ തലമുറയെ ബാധിക്കുന്നുണ്ട്. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ, താമരശ്ശേരിയിൽ 16 വയസ്സ് ഉള്ള 16 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 10 വർഷക്കാലം 1ാം ക്ലാസ്സിൽ ചേർത്തിയത് മുതൽ തന്റെ കൂടെ തന്റെ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് തന്റെ കൂടെ തോളിൽ കൈയിട്ട് ജീവിച്ച് തന്റെ കൂടെ നോട്ട് ബുക്കിലും പെന്നും ഉപയോഗിച്ച് എഴുതി പഠിച്ച ഷഹബാസ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ അടിച്ചു കൊല്ലാൻ പാടില്ലെന്ന തിരിച്ചറിവില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ അറിവുണ്ട്, തിരിച്ചറിവില്ല എന്ന് പറയുന്നത്. സ്വന്തം മാതാവിന്റെ അടുത്തേക്ക് തന്റെ കാമപൂർത്തീകരണത്തിനായി 85 വയസ്സുള്ള മാതാവിനെ സമീപിക്കുന്ന ഒരു മകന്റെ ദുരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സഹോദരങ്ങളെ, 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ വരുമ്പോ ഒരു കുട്ടിയുടെ ബാഗിൽ മദ്യത്തിന്റെ കുപ്പിയും അതേ പ്രകാരം 10,000 രൂപയും കൊണ്ടാണ് കടന്നു വരുന്നത്. ആലോചിക്കണം നമ്മുടെ തലമുറ പോകുന്ന ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു, അറിവുണ്ട്, തിരിച്ചറിവില്ലാത്തൊരു തലമുറ. ലഹരി കിട്ടാത്തതിന്റെ പേരിൽ, പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ആക്രമിക്കുന്ന, കൊടുവാൾ കൊണ്ട് വെട്ടാനോങ്ങുന്ന മക്കളുടെ ദുരന്തം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ഈ ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ്. MDMA-യും അതേ പ്രകാരം അല്പമൊക്കെ കിറുക്കാവാഞ്ഞാൽ അതൊന്നും ഒരു സുഖമില്ല എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയുമോ, കേട്ടിട്ടുണ്ടാവും, കോട്ടയം ഗവൺമെന്റ് കോളേജിലെ നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ ക്രൂര കൃത്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ പോലീസുകാർ സമർപ്പിച്ചു. എന്താ റിപ്പോർട്ടിലുള്ളത് അറിയോ? ഒരു ചങ്ങാതിയെ
തന്നോടൊപ്പം പഠിക്കുന്ന, തന്റെ കൂടെ ചായ കുടിക്കുന്ന, തന്റെ കൂടെ കളിച്ച് പഠിച്ചുകൊണ്ട് മുന്നേറുന്ന, ഭാവിയിൽ സമൂഹത്തിന്റെ സംരക്ഷകരായി മാറേണ്ടുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിയെ റാഗിങ്ങിന്റെ പേരിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്ത് അവരുടെ കയ്യിലുള്ള കുട്ടികൾ വരക്കാൻ ഉപയോഗിക്കുന്ന കോമ്പസ് കൊണ്ട് ശരീരമാസകലം വരഞ്ഞ് മുറിവേൽപ്പിച്ച് ആ മുറിവിൽ ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന പെനോയിൽ ഉപയോഗിച്ച് ആ കുട്ടി വേദന കൊണ്ട് പുളയുമ്പോ അത് കണ്ട് ആർത്തുല്ലസിച്ച് ചിരിക്കുന്ന ഒരു തലമുറയുടെ ദുരന്തം, ദുരവസ്ഥ സഹോദരങ്ങളെ നമ്മൾ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആരാണ് ഉത്തരവാദികൾ? ഞാനും നിങ്ങളും തന്നെയാണ്. രക്ഷിതാക്കളാണ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ്, ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയാണ് സഹോദരങ്ങളെ മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായി പറയാനുള്ളത് മനുഷ്യത്വമുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. മനുഷ്യത്വമുള്ളവരായി നമ്മൾ മാറുക. ഇന്ന് അത് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ലേ, നിങ്ങൾക്കറിയുമോ, റമദാനിന്റെ ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അഫാൻ എന്ന് പറയുന്ന 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിലെ 5 ആളുകളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിലുള്ള ബൈക്കിന്റെ ചാവിയും കറക്കിക്കൊണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ കടന്നു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ 5 ആളെ കൊന്നു. എത്ര കൂളായിട്ടാണ് പറയണത്, എത്ര കൂളായിട്ട് അറിയോ? നമ്മുടെ യുവതലമുറയുടെ മനസ്സെത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ. ആ അഫാന്റെ ജീവിതത്തിൽ 22ാമത്തെ വയസ്സിൽ ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ 3 തിന്മകളും ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. ഒന്നാമത്തെ തിന്മ എന്ന് പറയുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ ലഹരിയാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യപാനം എന്ന് ലഹരി എന്ന് പറയുന്നത് സകലമാന തിന്മകളുടെയും മാതാവാണെന്ന് 14 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ പഠിപ്പിച്ചുവെങ്കിൽ അതേ സമുദായത്തിൽപ്പെട്ട പേരുകൊണ്ടെങ്കിലും ആളായ ഒരാളുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത് ലഹരിയാണ്. രണ്ടാമത്തെ നമുക്കറിയാം, അള്ളാഹു വിലക്കിയ ഒരു അന്യ പെൺകുട്ടിയുമായുള്ള അവിഹിത ബന്ധമാണ്. അതാണല്ലോ ഏതോ ഒരു പെൺകുട്ടിയെ സ്വന്തം മാളികപ്പുരയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ വാപ്പാനിമാനി അടിച്ചു കൊന്നിട്ട് പിന്നെ സ്വന്തം ഉമ്മാനെ കൊന്ന് അടിച്ച് താഴ്ത്തിട്ട് ഉമ്മ മരിച്ചിക്കണെന്ന് വിചാരിച്ചു കണ്ടവൻ അടുത്ത ആളത്തേക്ക് പോയി. അവസാനം മാളികപ്പുറത്തുള്ള ഒരു അന്യ പെൺകുട്ടിയെയും അതേ പ്രകാരം അവൻ ചുറ്റിക്കൊണ്ട് അടിച്ചു. ഈ 5 ആളുടെയും മരണത്തിന്റെ ഫോട്ടോ കണ്ടവനാ ഞാൻ. ആ ദൃശ്യം വല്ലാത്തൊരു അപകടകരമായ ദൃശ്യമാണ്. ഞാൻ പറഞ്ഞത് ഈ രണ്ടാമത്തെ കാര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്ത്? ഒന്നാമത് ലഹരിയാണ്, രണ്ടാമത്തത് അവിഹിത ബന്ധമാണ്. മൂന്നാമതൊന്നുകൂടി ഉണ്ട്. അതെന്താ നിങ്ങള്? മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയാണ്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 75 ലക്ഷം രൂപ കടക്കാരനാണ്. ബാപ്പ ഗൾഫിൽ കൊറോണ കാലത്ത് ബിസിനസ് തകർന്ന് അവിടെ കഷ്ടപ്പാടില്ല, നാട്ടിലേക്ക് പോലും വരാൻ കഴിയാതെ മകനും അവന്റെ ഉമ്മയും കൂടി ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാണ് അവന്റെ കടബാധ്യത എന്ന് റിപ്പോർട്ട് വരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും പണം പലിശക്ക് വാങ്ങിയിട്ട് ദുരുപയോഗം ചെയ്യുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, കുട്ടികളെ, എന്റെ മുമ്പിൽ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കരിക്കാനും നോമ്പെടുക്കാനും സകാത്ത് കൊടുക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും നല്ലവനായി ജീവിക്കാനും എല്ലാവരെ കൊണ്ട് സാധിക്കും. പക്ഷേ ജീവിതത്തിൽ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. സാമ്പത്തിക അച്ചടക്കം സഹോദരിമാരും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭർത്താക്കന്മാരുടെ കയ്യിൽ ദിവസ വരുമാനം 1000 രൂപയുണ്ടെങ്കിൽ അതിന് 1100 രൂപ ചെലവഴിപ്പിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു, ആ കുടുംബം കുളം തോണ്ടിയിട്ടേ അടങ്ങൂ.
1000 രൂപ കിട്ടുന്ന ഭർത്താവിനോട് 100 രൂപ നിങ്ങൾ ദിവസവും മാറ്റിവെക്കണമെന്ന് പറയുന്ന ഒരു കുടുംബനാഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ? മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? കുടുംബനാഥന്മാരുണ്ടോ? ആ കുടുംബം ഇൻഷാ അല്ലാഹ് ഭാവിയിൽ കരകയറി പോവുകയും ചെയ്യും. ഇന്നതല്ല. ഇന്ന് പുതിയ ഡ്രസ് ട്രെൻഡ് വരുമ്പോഴേക്ക് ആ ട്രെൻഡുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി 1001 തരം പർദ്ദയുള്ള കടകളിലേക്ക് 500 രൂപ പെട്രോൾ ഒഴിച്ച് 1000ന്റെ പർദ്ദ വാങ്ങാൻ പോകുന്ന തലമുറയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം ആവശ്യമാണ്, ഒരു ചിന്ത ആവശ്യമാണ്, ഇല്ലേ? സാമ്പത്തിക മാറ്റടക്കം, പലിശ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹ് വിലക്കിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഉറപ്പിച്ചോളി നിങ്ങൾ, എന്ത്? അതിൽ അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ നമുക്കറിയാം, ഞാൻ അവസാനിപ്പിക്കണം, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് എത്തിപ്പെട്ടിരിക്കുന്ന, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാമാരിയെ കുറിച്ചാണ്. ക്യാൻസർ ഒന്നുമല്ല, ഇന്ന് ക്യാൻസർ ഒന്നുമല്ല. കിഡ്നി പേഷ്യന്റിനെ ചികിത്സിക്കാൻ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ സംഭാവന കൊടുക്കാൻ ധാരാളം കണക്കിന് ആളുകളാണ്. ഒരു ദിവസത്തെ ഡയാലിസിസിന് 1000 രൂപയാ ചെലവ്. അതിന്ന് സമൂഹത്തിൽ ഇറങ്ങിയാൽ കിട്ടും. പക്ഷേ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഹാരോഗം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, രാസലഹരിയുടെ ഉപയോഗമാണ്. രാസലഹരിയുടെ ഉപയോഗം MDMA സാർവത്രികമായിരിക്കുന്നു. നമുക്ക് ഉറപ്പിക്കാൻ കഴിയോ? ഈ ഈദ്ഗാഹിൽ വന്നിരിക്കുന്ന ആളുകളുടെ, കുട്ടികളുടെ പോക്കറ്റിൽ ആ സാധനം ഇല്ലാന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. കാരണം എന്താ നിങ്ങള് എവിടെ നോക്കിയാലും ചായക്കടയൊക്കെ അങ്ങോട്ട് ചെന്നാൽ അവിടെ MDMA. ഹൈന്ദവരുടെ ആചാരത്തിനുമായി ബന്ധപ്പെട്ട് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ആ പൂജാ സാധനങ്ങളുടെ മറവിൽ വിൽക്കപ്പെടുന്ന MDMA ആണ്. എടവണ്ണപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ റമദാനിൽ 2 മുസ്ലിം ചെറുപ്പക്കാർ നടത്ത ചെറുന് ടെക്സ്റ്റൈൽസിന്റെ മറവിൽ വിറ്റഴിച്ചത് 1000 ലക്ഷക്കണക്കിന് രൂപയുടെ MDMA ആണ്. അങ്ങനെ നോക്കിയാൽ എവിടെ ചെന്നാലും ഇന്ന് ആ സാധനം വളരെ സുലഭമാണ്. ടെക്സ്റ്റൈൽസിൽ എന്റെ നാടിനടുത്ത് നെടിയിരിപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാന് സ്കൂൾ വിട്ടിങ്ങനെ പോണ സന്ദർഭത്തിൽ കണ്ടത് വലിയൊരു സംഘം എക്സൈസ് ടീമും പോലീസുകാരും. അന്വേഷിച്ചപ്പോ എന്താ നിങ്ങള് അതിനുള്ളിൽ വർക്ക്ഷോപ്പാ. ആ വർക്ക്ഷോപ്പിൽ നിന്ന് കിലോ കണക്കിന് MDMA പിടിച്ചെടുക്കുന്നു. വർക്ക്ഷോപ്പിലും രക്ഷയില്ല. ബാർബർ ഷോപ്പ് കണ്ടു കയറിയാൽ അവിടെയും അത് തന്നെയാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ നോക്കി ട്യൂഷൻ സെന്ററിൽ വരെ, ട്യൂഷൻ സെന്റർ നടത്തുന്നതിനാണ് ഇത് കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ്. ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ സൂചിപ്പിക്കുന്നു. ഇതാ പുതിയ കണക്ക് പഠിപ്പിക്കുന്നു ഡോക്ടർമാരും മാനസിക വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നറിയോ, MDMA എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസ് എന്ന് പറഞ്ഞാൽ 5 വർഷവും 7 വർഷവുമാണ്. മാക്സിമം പോയ 7 വർഷം, അല്ലെങ്കിൽ 5 വർഷത്തിനിടക്ക് ഓൻ മണ്ണൂരിലേക്ക് യാത്ര ആയിട്ടുണ്ടാവും. കണ്ണൂരിലേക്കല്ല, മണ്ണൂരിലേക്ക്. പഠനങ്ങൾ പഠിപ്പിക്കുന്നു അത്. കാരണം ഒന്നുകിൽ അവന് എല്ലുകൾ നുരുമ്പിപ്പോയേക്കാം, അല്ലെങ്കിൽ അവൻ ക്യാൻസറിന് അടിമപ്പെട്ടേക്കാം, അതുമല്ലെങ്കിൽ അവൻ സ്വയം ആത്മഹത്യ ചെയ്തേക്കാം. ഇതാണ് ഇന്ന് അതാ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ കാരണം. MDMA എന്ന് പറയുന്ന സാധനം ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ അവനുണ്ടാകുന്ന ഒരു എഫക്റ്റ് രക്തത്തിനോട് അമിതമായ താല്പര്യമാണ്. ആ താല്പര്യമാണ് അഫാന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആ താല്പര്യമാണ് നാട്ടിൽ നടന്ന കൊലപാതകങ്ങളുടെ ഏറിയ പങ്കും കാണാൻ സാധിക്കുന്നത്. അഥവാ രക്തം കണ്ടേ അവൻ അടങ്ങുള്ളൂ. അതൊരു പക്ഷെ സ്വന്തം രക്തമാകാം, സ്വയം ആത്മഹത്യ ചെയ്യുക. അതല്ലെങ്കിലോ അത് സ്വന്തം വാപ്പായാലും ആണല്ലോ, വാപ്പാന്റെ നെഞ്ഞത്ത് കത്തി കുത്തി കയറ്റിയിട്ടേ അവൻ അടങ്ങൂ. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ മുഴുവൻ പരിശോധിച്ചോളിങ്ങള്, പിന്നിൽ ലഹരിയാണ്. ഇതിന്റെ ഒരു മാനസിക അവസ്ഥ പറയുന്നറിയോ, ഈ സാധനം ഉപയോഗിച്ച ഒരു മനുഷ്യൻ രക്തം കാണാതെ അടങ്ങൂല, അല്ലെങ്കിൽ അറ്റാക്ക് സംഭവിക്കും, അല്ലെങ്കിൽ ക്യാൻസർ. അറ്റാക്ക് സംഭവിക്കുന്നത് പറയാൻ കാരണം എന്താ നിങ്ങള്, ഈ റമദാൻ മാസത്തിൽ ഒരുത്തനെ പിടിച്ചപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാക്കറ്റിനോട് വിഴുങ്ങി.
സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഓൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഫോറൻസിക് റിപ്പോർട്ട് എന്താ? ഇത് അമിതമായി ചെന്നതാണ് കാരണം. ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മരിച്ചോളുന്നില്ല. പക്ഷേ അവന് നാളെ മറ്റന്നാൾ കഴിക്കാനുള്ള സാധനം വാങ്ങി കൊണ്ടുപോകുമ്പോ അതങ്ങോട്ട് വിഴുങ്ങി വായത്ത് ചെന്ന് പൊട്ടിയ പാടവൻ മരിച്ചു. ഇതാണ് ഈ സാധനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കരുതലോട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കാൻ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നോമ്പ് തുറക്കാൻ അത്താഴമില്ലാതെ, നോമ്പ് തുറക്കാൻ അത്താഴമില്ലാതെ, തുടങ്ങാൻ ഭക്ഷണമില്ലാതെ നോമ്പെടുത്ത നമ്മുടെ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ, അവരെ വിസ്മരിച്ചുകൊണ്ട്, അവരെ ഓർക്കാതെ നമുക്കൊരു ഈദ് ആഘോഷിക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഓർമ്മകളിൽ, ചിന്തകളിൽ അവരൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നോമ്പേ അവസാനിച്ചിട്ടുള്ളൂ. തൊട്ടടുത്ത് കാണുന്ന ഈ പള്ളി ഇതോടെ ഉണ്ടാവും. ഞാൻ പറയാൻ കാരണം എന്താ, നിങ്ങൾ സാധാരണ ഞാൻ പെരുന്നാൾ പറയലുണ്ട്, പെരുന്നാളുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ ഫൈനൽ കഴിഞ്ഞ ടർഫിന്റെ മാതിരിയാ, ഗ്രൗണ്ടിന്റെ മാതിരി, മൈതാനത്തിന്റെ മാതിരി നമ്മുടെ പള്ളികളാകാൻ പാടില്ല. രണ്ട് പള്ളിന്റെ കാര്യമാണ്. അവിടെ ജമാഅത്ത് നടക്കണം, മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കണം. അവിടെ നമസ്കരിക്കാൻ ബദറിൽ അല്ലാഹു മലക്കൾ ഇറക്കിയത് പോലെ മലക്കൾ വരില്ല. ഈ കൂടെ നമ്മളൊക്കെ തന്നെയാണ്. ഇത് രണ്ട് പള്ളി കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആളുകളാ, രണ്ട് പള്ളിയിലേക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആൾക്കാരാ. നമ്മൾ അവിടെ ഉണ്ടാവണം. അതാ സൂചിപ്പിക്കാനുള്ളത്. ഈ പകലുകൾ പണിക്ക് പോയിക്കോളി, നിൽക്കാൻ കഴിയൂല. പക്ഷെ സുബഹിക്ക് തന്റെ നാട്ടിലില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ. സുബഹിക്ക് കിടന്നുറങ്ങിയല്ല വേണ്ടത്, അള്ളാഹ് വിളിച്ചാൽ ആ വിളിക്കാൻ കണ്ട് വരണം. ഡോക്ടർ പറയാണെന്ന് അറിയോ, പക്ഷെ ഡെയിലി 5 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ നടക്കാനാണ് തയ്യാറാ. അത് ഡോക്ടർ പറഞ്ഞതാ, നടക്കാൻ ഞാൻ സംഗതി സീരിയസ് ആണ് മോനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഗൗരവത്തിൽ ഉൾക്കൊള്ളും. പക്ഷേ ഡോക്ടറുടെ ഏറ്റവും വലിയ നേതാവായ, അതിന്റെ ചീഫ് സ്ഥാനത്തിരിക്കുന്ന അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞുതാ, നിസ്കാരത്തിന് എല്ലാവരും പള്ളിക്ക് നടന്നു പോയിക്കൊള്ളിട്ടോ, പോരാൻ ആരും തയ്യാറില്ല. അപ്പം ചെറിയ നെഞ്ചുവേദന വരും, ഡോക്ടർമാര് പറയും എല്ലാവരും റെഡിയാ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, 6 നോമ്പാണ് നാളെ മുതൽ. അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമുക്കറിയാം, കുടുംബത്തെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക. ഇതൊക്കെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, സ്വതക്കക്ക് വലിയ പ്രാധാന്യം നൽകിയ ദിവസമാണെന്ന്. അതൊക്കെ നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളെ മുന്നോട്ട് പോവുക. നാഥൻ ഇതുപോലെ നമ്മെ എല്ലാവരെയും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ഈദാശംസകൾ രണ്ട് പള്ളിയുടെയും ഈ ഈദ്ഗാഹ് കമ്മിറ്റിയുടെയും പേരിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഇരിക്കേണ്ടുന്ന പല ആളുകളും നമ്മളോടൊപ്പമില്ല. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവരും നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ചിലരാണ്. അവരെ ഓർത്തുകൊണ്ട്, അവർക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നാഥൻ അവർക്കൊക്കെ ഖബറിൽ കിടക്കുന്ന എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും നമ്മയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله.